ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഈ തിരക്ക് പിടിച്ച റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രേഡ് സെൻറ്ററിലേക്കാണ്. ഇനി അഥവാ ട്രേഡ് സെൻറ്റർ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സരോവരം ബയോ പാർക്കിന് തൊട്ടടുത്തേക്കാണ് ഈ ഒരു ട്രേഡ് സെൻറ്റർ ഉള്ളത്, നമ്മുടെ കാലിക്കറ്റ്. അപ്പം അവിടെ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് എക്സ്പോ എന്ന് ഇനിയിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല, കാരണം ഈ ഒരു എക്സ്പോയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മനോരമ ക്യുക്ക് കേരള സംഘടിപ്പിക്കുന്ന മെഷീനറി ട്രേഡ് എക്സ്പോ ആയിരുന്നു. ഒരു യന്ത്രങ്ങളുടെ മഹാവിസ്മയം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങളവിടെ പോയത് ഈ ഒരു 16-ാം തീയതിയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 17 വരെയുള്ളൂ ഏകദേശം ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. 14 തൊട്ട് 17 വരെയായിരുന്നു. ഞങ്ങൾ അറിയാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറയായിരുന്നു. ഇതിൻ്റെ ചെറിയ റീൽസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കാനറിലൂടെ വേണം നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു യന്ത്രങ്ങളുടെ ഒരു വിസ്മയ കാഴ്ചകൾ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ഒരു ബിസിനസ് മൈൻഡുള്ളവർക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീനറിനെ പറ്റിയിട്ട് അറിയാനും മേടിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം കൂടിയായിരുന്നു കേട്ടോ അത്. കാരണം നമുക്ക് ആ ഒരു എക്സ്പോയിൽ അവൾ നോർമലി ഉള്ള റേറ്റിനേക്കാളും കുറച്ചുകൂടി കുറവാണ് നമുക്ക് തരുന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടത് നമ്മുടെ എണ്ണ ചക്കിലാട്ടിയ എണ്ണ എടുക്കുന്ന മെഷീനാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം മെഷീനറി ആയ കാലത്ത് നമുക്കും എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മെഷീൻസ് അത്യാവശ്യമാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ഒരു എക്സ്പോ നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അച്ചപ്പത്തിൻ്റെയും അതുപോലെ തന്നെ നൂൽപുട്ടിൻ്റെയും നിർമ്മാണത്തിൻ്റെ പല പല യന്ത്രങ്ങളാണ് നമുക്കവിടെ സ്റ്റാളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ കണ്ടിട്ടത് നമ്മുടെ ഈ ഒരു പാക്കിംഗ് മെറ്റീരിയൽസ്, പാക്കിങ്ങിൻ്റെ കുറേ അധികം യന്ത്രങ്ങളാണ് കൂടുതൽ നമ്മളവിടെ കാണുന്നത്. പിന്നെ നമ്മൾ ഒടുവിലെത്തുന്നത് നമ്മുടെ റോബോട്ടിക് ഡോഗിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ഏറ്റവും അധികം ആളുകളായാലും കുട്ടികളായാലും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നത്. ഈ വലിയ വലിയ മെഷീൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഗൃഹോപകരണങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ മെഷീനറീസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം എക്സ്പോ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി കുഴച്ചത് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി, സാധനം റെഡി ആയിരിക്കും. ചപ്പാത്തി ആയിട്ടാണ് പിന്നെ പുറത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മുടെ മൈത്ര ഹോസ്പിറ്റലും ഉണ്ട്. തലശ്ശേരി പലഹാരങ്ങളുടെ പെരുമയായിട്ട് ഹിറാസ് കാറ്ററിംഗ് സർവീസും മേളയിലുണ്ട്. മണിക്കൂറിൽ 800 അച്ചപ്പം പാകപ്പെടുത്തുന്ന അത്യാധുനിക യന്ത്രത്തിന് മനുഷ്യൻ്റെ സഹായമേ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ ഒരു മെഷീനിന് ഏകദേശം 4.2 ലക്ഷം രൂപയാണ് വില വരുന്നത്. ഒരേ സമയം 10 കിലോ മാവ് ശേഖരിച്ച് നിർമ്മിക്കാൻ കഴിയും. അതുപോലെ തന്നെ യന്ത്രത്തിന് 35% സബ്സിഡിയും നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ വട നിർമ്മിക്കുന്ന യന്ത്രം, മണിക്കൂറിൽ 1000 വട വരെ നിർമ്മിച്ച് തരുന്ന ഒരു യന്ത്രം അവരവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. വടയുടെ വലുപ്പം ക്രമീകരിക്കാൻ പറ്റുന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ സഹായമേ അവർക്ക് ആവശ്യമില്ല. ഏകദേശം 1.20 ലക്ഷം രൂപയാണ് ഈ ഒരു മെഷീന് വില വരുന്നത്. 30 മിനിറ്റ് കൊണ്ട് 16 നാളികേരം എളുപ്പം ചിരവെടുക്കാൻ പറ്റുന്ന യന്ത്രച്ചിരവയും അവിടെ വലിയൊരു ആകർഷണം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സിപ്പപ്പിന് നമുക്ക് വീടുകളിൽ തന്നെ നിർമ്മിച്ച് നൽകാൻ പറ്റുന്ന മെഷീൻസും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു എക്സ്പോ മെഷീൻസിന് മാത്രമല്ല, നമ്മുടെ ഫുഡിനായാലും അതുപോലെ തന്നെ എന്താ പറയുക, വസ്ത്രത്തിനാണെങ്കിലും എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ജ്വല്ലറി ഐറ്റംസ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സിപ്പപ്പിൻ്റെ കാര്യം, ഈ ഒരു സിപ്പപ്പ് നമ്മുടെ വലിയ പാക്കറ്റിലെ സിപ്പപ്പിൻ്റെ ഒരു മെഷീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുർത്തീസ്, ചുരിദാർ, ഫാൻസി ഐറ്റംസ്, ജ്വല്ലറി, ഹോം ഡെക്കോർ, തുണിത്തരങ്ങൾ എന്നിങ്ങനെ പല ഉൽപ്പന്നങ്ങളും അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സ്പോ കണ്ടതിന് ശേഷം എനിക്ക് കൂടുതലായിട്ടും അവിടെ ഉള്ളത് എന്താ പറയുക, പാക്കിംഗ് മെഷീൻസും അതുപോലെ തന്നെ ഓയിൽ ഉണ്ടാക്കുന്ന മെഷീൻസുമാണ്. ഇപ്പം ഇത് നമ്മൾ സാധാരണ മില്ലിൻ്റെ അടുത്ത് തന്നെ അല്ലേ. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു സ്റ്റോളാണ്. ഇതെന്ന് വെച്ചാൽ ടാഗ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ നെയിമിങ്, അതുപോലെ തന്നെ ഓരോരോ ഫോട്ടോ ഫ്രെയിംസ്, ക്ലോക്ക്, ഇങ്ങനത്തെ ഈ ഒരു ഐറ്റംസിൻ്റെ ഒരു സ്റ്റോളായിരുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പം കുറേ ഐറ്റംസ്, കുറേ വെറൈറ്റി മോഡൽസ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാർട്ടൂൺ ടൈപ്സ്. പിന്നെ അവരുടെ ഓൺലൈൻ സർവീസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരാഴ്ചക്കകം അവർ
കൊറിയർ നമ്മളെ വീട്ടിലെത്തിച്ച് തരുന്നതാണ്. പിന്നെ ഈ ഒരു ഗൂഗിൾ പേയുടെ ഈ ഒരു മെഷീൻ ഇത് നമുക്ക് അവിടുന്ന് തന്നെ സ്കാനർ ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതാണ്.
ഒരുവിധം സ്റ്റോളെല്ലാം മുഴുവൻ ചുറ്റി കറങ്ങി കാണുമ്പോഴേക്കും നേരം ഇരുടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.